ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആധുനിക സമൂഹത്തിൽ വിവാഹ ജീവിതത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എപ്രകാരമായിരിക്കണമെന്നതിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന നിബന്ധനകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യ ധർമ്മം ചെയ്യട്ടെ. അപ്പൊ നിർഭാഗ്യവശാൽ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ദാമ്പത്യ സനാതന ധർമ്മങ്ങൾ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ന് ആധുനിക സമൂഹത്തില് കണ്ടുവരുന്നത്. കെട്ടുപാടുകളില്ലാത്ത ജീവിതം ആസ്വദിക്കുന്നതിന് തടസ്സമാകുന്ന ദുരാചാരമായാണ് വിവാഹത്തെ പുതിയ തലമുറ കണ്ടുവരുന്നത്. ഉപഭോഗ സംസ്കാര വിവാഹബന്ധങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന പുതിയ കാലയളവിലാണ് ആധുനിക സമൂഹം ജീവിക്കുന്നത്. അപ്പോൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോ. അതാണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തരമായ പ്രത്യേകതയായി പുതിയ തലമുറ കണ്ടുവരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഗുഡ് ബൈ പറഞ്ഞു പോകാൻ സാധ്യമാകുന്ന ലിവിങ് ടുഗദർ രീതി കേരളീയ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന രീതി നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 4-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ആ വാക്യം പറയുകയാണ്, വിവാഹം എല്ലാവർക്കും മാന്യവും അതുപോലെ തന്നെ വിവാഹ കിടക്ക വിശുദ്ധവുമായിരിക്കട്ടെ. അപ്പൊ വിവാഹം എന്ന് പറയുന്നത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് മാന്യമായിരിക്കണം. അതിനോടൊപ്പം തന്നെ എബ്രായ ലേഖനകർത്താവ് 13-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിലൂടെ പറയുകയാണ്, വിവാഹ കിടക്ക വിശുദ്ധമായിരിക്കട്ടെ. അപ്പൊ വിവാഹമെന്ന് പറയുന്നത് മാന്യമാണ്, വിവാഹ ജീവിതം വിശുദ്ധമായിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദുർനടപ്പുകാര് വ്യഭിചാരികളെ ദൈവം ന്യായം വിധിക്കും. അപ്പൊ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഈ പ്രവണത ഒരു പരിധിവരെ തിരുവചന പ്രകാരം ചിന്തിക്കുമ്പോൾ അതൊരു ദുർനടപ്പാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് സത്യവേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ലിവിങ് ടുഗദർ ആ ഒരു പ്രവണത രീതി കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഭാര്യ ഭർത്താവ് ഇവരെക്കുറിച്ചുള്ള പഴയകാല സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും പോയി മറഞ്ഞു. ഭാര്യ എന്നാൽ പഴയകാലത്തെ സങ്കല്പം എന്ന് പറയുന്നത് എന്നേക്കുമുള്ള മുതൽക്കൂട്ടായിട്ടാണ് ഭാര്യയെ കണ്ടിരുന്നത്. ഭാര്യ എന്നാൽ എന്നേക്കുമുള്ള മുതൽക്കൂട്ട്, അതാണ് പഴയകാല സങ്കല്പം. ഭാര്യ എന്ന മലയാള പദത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് വൈഫ് എന്നാണ്. ഇപ്പൊ വൈഫ് എന്ന ഈ ഇംഗ്ലീഷ് വാക്കിന്റെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എടുത്ത് വ്യാഖ്യാനിച്ചാൽ വൈഫ് എന്നതിന്റെ അർത്ഥം പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം
വൈസ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എവർ എന്നാണ്. അപ്പൊ ആ പഴയ കാഴ്ചപ്പാട് വൈസ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എവർ എന്ന ആ പഴയ കാഴ്ചപ്പാട് മാറി പുതിയ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്നത് അന്തമില്ലാത്ത ആവലാതിയായി മാറിയിരിക്കുന്നു. അപ്പൊ പുതിയ തലമുറ വൈഫ് എന്ന പദത്തിന് നൽകുന്ന നിർവചനം വിചിത്രമാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്നാണ്. അപ്പോൾ എല്ലാ കാലങ്ങളിലും അന്തമില്ലാത്ത ആവലാതിയായി മാറിയതായി ഭാര്യയെ കണ്ടുവരുന്ന പുതിയ തലമുറയിൽ ഏറ്റവും സങ്കടകരമായ കാര്യങ്ങള് വിവാഹമോചനം ഓരോ ദിവസങ്ങളിലും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലിവിങ് ടുഗദറിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും കോടതികളിൽ നിരന്തരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായി ഈ അടുത്ത ദിവസമാണ് വനിതാ കമ്മീഷൻ പ്രസ്താവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും കുടുംബം എന്ന് പറയുന്നത് പവിത്രമായിരിക്കണം. കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അത് സാധ്യമാകണമെങ്കിൽ മാതൃകാപരമായ കുടുംബ ജീവിതം എപ്രകാരമാണ് നയിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വേദഭാഗമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. അപ്പൊ മാതൃകാപരമായ കുടുംബ ജീവിതം നയിക്കാനും ആസ്വദിക്കാനുമുള്ള അടിസ്ഥാന നിയമങ്ങള് നമുക്ക് ഈ തിരുവചന ഭാഗങ്ങള് പറഞ്ഞു തരുന്നുണ്ട്. ആയതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവില് ഒരു കുടുംബം എന്ന് പറയുന്നത് മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നസറേത്തിലെ തിരുക്കുടുംബമാണ്. ആ തിരുക്കുടുംബത്തെ മുൻനിർത്തി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായാൽ യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരത്തിൽ നിന്നും പിന്തിരിയുവാൻ നമുക്ക് കഴിയും. അപ്പൊ യൂസ് ആൻഡ് ത്രോ എന്ന ആ സംസ്കാരത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും പരസ്പരം അംഗീകരിച്ച് ആദരിച്ച് ജീവിക്കുക എന്നതാണ്. അതുതന്നെയാണ് എബ്രായ ലേഖനകർത്താവ് 13-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. വിവാഹ കിടക്ക എല്ലാവർക്കും മാന്യമായിരിക്കട്ടെ, വിവാഹമെന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കട്ടെ.